എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിക്കുവിൻ. 1 തെസ്സലോനിക്കയിൽ നാം വായിക്കുന്നു, നാം സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ ആകുല ചിന്ത കളയണം. എന്നിട്ട് നീ പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കൂടി പറയുന്നു. ഇടവിടാതെ സമയം കിട്ടുമ്പോഴൊക്കെ നീ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ നാം ശക്തി പ്രാപിക്കുമ്പോൾ നമ്മെ അലട്ടുന്ന ചിന്ത പോകുന്നു. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ നാം അറിയാതെ സന്തോഷം നമ്മിലേക്ക് വന്നു തുടങ്ങും. എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കാൻ പറയുന്നു. ഈ വേദന തന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി. പറയാൻ എളുപ്പമല്ല, പറയണം. പരിശുദ്ധാത്മാവ് വന്നു നിറയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന വചനം ഇതിനു ഉദാഹരണമാണ്. നമ്മുടെ വിടുതലിന് നന്ദി പറയുക തന്നെ വേണം. ആ നന്ദി പറച്ചിലിൽ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റും. അതോടൊപ്പം നീ അറിയാതെ പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുമ്പോൾ സന്തോഷം നിന്നിലേക്ക് വരും. അപ്പോൾ ദൈവം നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകി നിന്നെ അനുഗ്രഹിക്കും. നാം എപ്പോഴും ദൈവത്തോട് നന്ദി പറയുകയും ഇടവിടാതെ പ്രാർത്ഥിക്കുകയും സന്തോഷത്തോടെ ഇരിക്കണം ചെയ്യുമ്പോൾ പുതിയ ഒരു സൃഷ്ടിയാകുന്നു. ഒരു പുത്തൻ ഉണർവ് നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ആമേൻ.